ദേവസ്വം ബോർഡുകൾക്ക് SNDP മുഖപത്രം യോഗനാഥത്തിൽ വിമർശനം. ദേവസ്വം ബോർഡ് എന്ന വിഴുപ്പ് ഭാണ്ഡം പേറി നാട്ടം സർക്കാർ സഹിക്കേണ്ട. കാട്ടിലെ തടി തേവരുടെ ആന എന്ന ദേവസ്വം ഭരണം അവസാനിപ്പിക്കേണ്ട കാലമായി. ദേവസ്വം ജീവനക്കാരും ഇടനിലക്കാരും ഉൾപ്പെടുന്ന ഗൂഢസംഘങ്ങൾ ക്ഷേത്രങ്ങളിൽ വിളയാടുകയാണ്. ക്ഷേത്ര നടത്തിപ്പിനായി ജാതി വേർതിരിവുകൾ ബാധിക്കാത്ത രീതിയിൽ ഒരു പരിഷ്കരണത്തിന് സർക്കാർ മുതിരണമെന്നും വെള്ളാപ്പള്ളി നടേശൻ എഴുതിയ എഡിറ്റോറിയലിൽ പറയുന്നു. ഷൈജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷൈജു, വലിയ വിമർശനമാണ് ദേവസ്വം ബോർഡുകൾക്ക് നേരെ ഇപ്പോൾ SNDP മുഖപത്രത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ടോ? അമൃത, ദേവസ്വം ബോർഡുകളുടെ ഭരണരീതികളെയും അതിന്റെ സ്വഭാവത്തെയും കണക്കിട്ട് വിമർശിക്കുകയും അതിൽ വരുത്തേണ്ടുന്ന കാലോചിതമായ മാറ്റത്തെയും പരാമർശിച്ചുകൊണ്ടുള്ള ഒരു മുഖപ്രസംഗമാണ് SNDP യോഗത്തിന്റെ പ്രസിദ്ധീകരണമായ യോഗനാഥത്തിൽ അതിന്റെ പത്രാധിപരായ വെള്ളാപ്പള്ളി നടേശൻ പേര് വെച്ച് ഒപ്പിട്ട് ഇറക്കിയിരിക്കുന്ന മുഖപ്രസംഗത്തിൽ പറയുന്നത്. അതിൽ അയ്യപ്പ ഭക്തരുടെ നെഞ്ചുകീറുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അത് അങ്ങേയറ്റം ദുഃഖകരമാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന മുഖപ്രസംഗത്തിൽ ഉടനീളം ദേവസ്വം ബോർഡുകളുടെ ഭരണരീതികളെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു കള്ളനെ കുറിച്ച് ഇപ്പോൾ വലിയ ആഘോഷം നടത്തുന്ന മാധ്യമങ്ങൾ ഇതിനു മുമ്പും ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കോടതിയെ കബളിപ്പിച്ചാണ് പല സ്വർണ്ണങ്ങളും കടത്തുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ്. അതിന് ഈ മുഖപ്രസംഗം മുന്നോട്ട് വെക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഈ സർക്കാരിൽ നിന്നും ഈ ദേവസ്വം ബോർഡുകളുടെ ഭരണം എടുത്തുമാറ്റി സർക്കാരുകൾക്ക് സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കി പ്രൊഫഷണൽ രീതിയിലായ ഒരു ദേവസ്വം ബോർഡ് സംവിധാനത്തെ കൊണ്ടുവരണം. അതിനുള്ള ഒരു പരീക്ഷണത്തിന് സംസ്ഥാന സർക്കാർ സന്നദ്ധമാവണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ കൂടൽമാണിക്യം, ഗുരുവായൂർ ദേവസ്വം ബോർഡുകളെ അതിൽ പരീക്ഷണത്തിന് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കാമെന്നും മെല്ലെ മറ്റു ദേവസ്വം ബോർഡുകളിലേക്ക് അത് കൊണ്ടുവരികയും ചെയ്യുന്ന രീതി ഉണ്ടാവണം എന്നതാണ്. അതുകൊണ്ട് കാട്ടിലെ തടി തേവരുടെ ആന എന്ന തരത്തിലുള്ള ഈ തട്ടിപ്പ് അവസാനിപ്പിക്കുകയും ഈ ദേവസ്വം ബോർഡുകൾ കൊണ്ടുവരുന്ന വിഴുപ്പ് ഭാണ്ഡങ്ങൾ പേറുന്നതിന്റെ നാണക്കേടിൽ നിന്ന് സർക്കാർ ഒഴിവാകുകയും ചെയ്യണമെങ്കിൽ ഇത്തരം പ്രൊഫഷണലായ ദേവസ്വം ബോർഡ് സംവിധാനങ്ങൾ ഉണ്ടാവണം എന്ന നിർദ്ദേശം പറഞ്ഞുകൊണ്ടാണ് ആ നിർദ്ദേശത്തിന് അയ്യപ്പ സംഗമം എന്ന മാതൃകാപരമായ നടപടിയെടുത്ത സംസ്ഥാന സർക്കാർ ഈ പരീക്ഷണത്തിന് മുതിരണം എന്ന നിർദ്ദേശവും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഈ മുഖപ്രസംഗത്തിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന അടിസ്ഥാനത്തിൽ ഇത് ചർച്ചകൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അമൃത.